ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു മാമ്പഴ പുളിശ്ശേരി ആയാലോ? അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ശർക്കര, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ അരയ്ക്കാനുള്ള കൂട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, പിന്നെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈര് ഞാനൊരു കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടേ, പിന്നെ ഉപ്പ്. ഇനി നമുക്ക് ആദ്യമേ മാങ്ങയൊന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ അൽഫോൺസ മാങ്ങയാണ് എടുത്തത്. അത് നമുക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കതിൽ ഉപ്പിടാം, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര, കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ ഒരു കട്ട ശർക്കരയും കൂടെ എടുക്കാം. പിന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ച്. ആ സമയം കൊണ്ട് നമുക്ക് കൂട്ടി ശരിയാക്കാം. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം. ഇത് ഞാൻ വെള്ളം ഒഴിച്ച് ഞാൻ അരയ്ക്കുന്നില്ല, ഇത്തിരി കുറുകിയല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ തൈര് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തു. എന്നിട്ട് നമുക്കത് വെന്തോ നോക്കാം. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് അതിനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ അരച്ച് വെച്ച കൂട്ടും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങ് തിളയ്ക്കണ്ട. എന്നിട്ട് ഒന്ന് ചൂടായതിന് ശേഷം ആറാൻ വെച്ചിട്ട് നല്ല ആറിയതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കൊന്ന് താളിച്ചെടുക്കാം. ഞാൻ നെയ്യിൽ തന്നെയാണ് താളിച്ചെടുക്കുന്നത്. അതിൽ നമ്മൾ കടുക്, പിന്നെ ഉലുവ ചേർക്കുന്നുണ്ട്, ജീരകം, പിന്നെ കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ ഞാൻ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കതിൻ്റെ കൂട്ടിനോട് ശരിയാക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ചേർക്കാം. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.